നമ്മൾ ചെറിയൊരു യാത്ര പോവുകയാണ്. എവിടെയാണെന്ന് വെച്ചാൽ പിന്നെ കർണാടകയിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ബസ്സിലാണ് പോകുന്നത്. മട്ടന്നൂരിൽ നിന്ന് രാവിലെ 10:30 മണിക്കാണ് നമ്മൾ ലക്ഷ്മി ബസ്സിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ കറക്റ്റ് 10:30 മണിക്ക് നമ്മൾ ടൗണിലെത്തിയത്. അപ്പോൾ കുറച്ച് നേരത്തെ വന്നില്ലെങ്കിൽ നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്നതായിരിക്കും. നമ്മളെ മഹേഷ് ഉണ്ട്, ഞാൻ മഹേഷിനും കൂടിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയിട്ട് വേറെ ഏതെങ്കിലും പ്ലേസിലൊക്കെ പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇതാണ് നമ്മുടെ കർണാടക യാത്ര. ആയിക്കോട്ടെ, നമ്മളിപ്പോൾ ഇരട്ടി ടൗണിലെത്തി. കൂട്ടുകാരെ, അങ്ങനെ നമ്മൾ ഇരട്ടി ബസ് സ്റ്റാൻഡിലെത്തി കേട്ടോ. അപ്പോൾ ഇനി ഇവിടെ കുറച്ച് നിർത്തിയിടും. അപ്പോൾ അതിനുശേഷമായിരിക്കും ഇവിടെ നിന്ന് പുറപ്പെടുന്നത്. നല്ല മഴക്കാറുണ്ട് കേട്ടോ, ചിലപ്പോൾ അവിടെ നല്ല മഴയായിരിക്കും. അപ്പം ഇനി നമ്മൾ നേരെ പിന്നെ ഇരട്ടിയിൽ നിന്ന് നേരെ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് കർണാടകയിലേക്ക് കിടക്കും. ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് നമ്മൾ കർണാടകയിലേക്ക് പോകുന്നത് ബസ്സിൽ. അന്ന് മഹേഷ് ഇല്ലായിരുന്നു കേട്ടോ. ഏകദേശം 2.5 മണിക്കൂറോളം നമ്മൾ ബസ്സിൽ ഇരിക്കണം കേട്ടോ. നല്ല കിടന്നുറങ്ങിയിട്ട് പോവാ ഗൈസ്. മഹേഷിന് ഇപ്പോഴേ ഉറക്കം വരുന്നുണ്ട്, അതേപോലെ എനിക്ക് ഉറക്കം വരുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല മഴക്കാറുണ്ട് കേട്ടോ, ഏത് സമയത്ത് മഴ പെയ്യും. അപ്പോൾ മഴയൊക്കെ കണ്ട് നമുക്ക് കൂട്ടുപുഴ വഴി നല്ല കാട്ടിലേക്ക് കൂടി യാത്ര അതിമനോഹരമാണ് ഗൈസ്. കടലമുട്ടായി വേണം പോലും, മനുഷ്യൻ കടലമുട്ടായി കാണുന്നുണ്ട്. ഒന്ന് മതി. ഗൈസ് ഒരു കടലമുട്ടായി വാങ്ങി, ഒരു നാരങ്ങ മുട്ടായി വാങ്ങി കേട്ടോ. ഇനി ഇത് കൊതിച്ച് നമ്മൾ യാത്ര ചെയ്യാം. കാലത്തുള്ള ഓർമ്മ. അപ്പോൾ നമ്മൾ ഇരുട്ടിയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോ. കറക്റ്റ് സമയം എന്ന് വെച്ചാൽ 11:15 ഈ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് എത്തിയിട്ടാണ് കാണാൻ കഴിച്ചു. അങ്ങനെ നമ്മൾ വള്ളിത്തോട് എത്തി കേട്ടോ. ഞാനൊന്ന് കണ്ണീമ്പി പോയി. മനുഷ്യൻ നല്ല ഉറക്കാണ് കഴിച്ചു. അപ്പോൾ നമ്മുടെ കൂട്ടുപുഴ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മനുഷ്യ കൂട്ടുപുഴ എത്തിടാ. റോഡ് വളരെ മോശമാണ് കേസ്, അതുകൊണ്ട് ഫുള്ള് ഷെയ്ക്കാകുന്നുണ്ട്. ഗട്ടർ എന്നെല്ലാം പറഞ്ഞാൽ റോഡ് 1.5 ഗട്ടറാണ് കേസ്. അന്നേരം നമ്മൾ ഉറക്കെ ഞെട്ടിയത് കേട്ടോ. നല്ല കോടയുണ്ട് കേട്ടോ പുറമെ. നല്ല മഴ പെയ്തതിന് ശേഷം നല്ലൊരു കോട ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു കോടയും കാണിച്ചു. കാഴ്ചകൾ ഷൂട്ട് ചെയ്യുന്ന തിരക്കിലാണ്. ഇവിടെ ഫുള്ള് കാപ്പിത്തോട്ടങ്ങൾ കേട്ടോ. ഇവിടെ കാപ്പിത്തോട്ടങ്ങൾ കാണിച്ചാൽ അങ്ങനെ നമ്മൾ വീരാജപേട്ട ബസ് സ്റ്റാൻഡിലെത്തി. അപ്പോൾ ഇവിടെ നിന്ന് നേരെ സിദ്ധാപുരത്തേക്ക് പോകണം. അപ്പോൾ സിദ്ധാപുരത്ത് നിന്ന് കർണാടക ബസ്സിലേക്ക് നമുക്ക് കുശാൽ നഗറിലേക്ക് പോകണം. അവിടെ നമ്മൾ വേറെ എവിടെയെങ്കിലും പോകും ഗൈസ്. മഹേഷ് നല്ല നാരങ്ങ മുട്ടായികൾ തന്നിരിക്കലാണ്. വിരാജ്പേട്ട ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് എടുത്തു കേട്ടോ. ഇനി നേരെ സിദ്ധാപുരത്തേക്കാണ്. അപ്പോൾ സിദ്ധാപുരം എത്തിയിട്ട് അവിടെ നമ്മളിനി വേറെ ബസ്സിലേക്ക് പോകണം, നമ്മളെ കുശാൽ നഗറിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് സിദ്ധാപുരം എത്തിയിട്ട് കാണാം ഗൈസ്. നല്ല തിരക്കനുഭവപ്പെടുന്ന ഒരു ടൗണാണ് നമ്മൾ ഈ ഒരു വീരാജ്പേട്ട ടൗൺ. ഹായ് കൂട്ടുകാരെ, ഇപ്പോൾ നമ്മളുള്ളത് സിദ്ധാപുരമാണ്. സിദ്ധാപുരം കുശാനഗറിലേക്കുള്ള ബസ് കയറിയിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. ഓക്കെ. ഹായ് കൂട്ടുകാരെ, അപ്പോൾ നമ്മളിപ്പോൾ പിന്നെ സിദ്ധാപുരം ഉള്ളത്. അപ്പോൾ സിദ്ധാപുരം ബസ്സിലുള്ളത് നമ്മൾ മഹേഷിത. നല്ല മഴയായിടാം. നമ്മളിപ്പോൾ പുറത്തിറങ്ങി
അപ്പോൾ പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴ, ഒരു രക്ഷയില്ല. അപ്പോൾ ഇനി ഇവിടുന്ന് 2 മണിക്കാണ് നമ്മളെ സിദ്ധാപുരത്ത് നിന്ന് ബസ് കേരള സ്റ്റേറ്റ് കഴിഞ്ഞാൽ തീർന്നു മോനെ. ബസ്സിൻ്റെ അവസ്ഥ നേരാമണി ഇരിക്കാൻ പറ്റുന്നില്ല കേസ്. ചോർച്ച, അതുപോലെ തന്നെ വൃത്തി എന്ന് പറഞ്ഞ സാധനം. മഹേഷ കുറേ സീറ്റ് ചെക്ക് ചെയ്തിട്ടാണ് ഈ ഒരു സീറ്റിൽ ഇരുന്നത് കേട്ടോ. ഇപ്പുറമൊന്നും കൈവെക്കാനാകാത്തൊരവസ്ഥ, ഇവിടെ പിടിക്കാൻ നല്ല മഴയുണ്ട് കേട്ടോ. പുറത്തിറങ്ങി ഇപ്പം കയറിയേ ഉള്ളൂ. നല്ല മഴയുണ്ട്. സിദ്ധാപുരത്ത് നിന്ന് പുറപ്പെട്ട് അപ്പോൾ ഇനി തുഷാറിനങ്ങനെ എത്തിയിട്ട് കാണാം. മാഷ ഓ ഭയങ്കര ക്ഷീണം മാഷാല, നല്ല മഴയാണ് കേസ് പുറത്ത്, അതുകൊണ്ട് നല്ല ഉറക്ക ക്ഷീണം. ഇനി നമുക്ക് തുഷാറിനങ്ങനെ എത്തിയിട്ട് കാണാം കേട്ടോ.